ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ലഡു ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഈ ലഡു. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഇതിനായിട്ട് വേണ്ടത് 1 കപ്പ് കടലമാവാണ്. അപ്പോൾ ഞാനിത് ഈ കപ്പിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ മെഷറിംഗ് കപ്പ് ഉണ്ടാവണമെന്നില്ല. മെഷറിംഗ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എടുക്കുക. കാരണം അതിൻ്റെ നേരെ പകുതിയായിട്ട് വേണം പഞ്ചസാര എടുക്കാനായിട്ട്. 1 കപ്പിന് 1/2 കപ്പ് എന്നുള്ള അളവിലാണ് പഞ്ചസാര എടുക്കുന്നത്. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി മെഷറിങ്ങിനായിട്ട്. ഈ കടലമാവിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഞാൻ പറഞ്ഞു, 1 കപ്പ് കടലമാവ് പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 സ്പൂൺ നെയ്യ്, 3 ഗ്രാമ്പു, 3 വളരെ ചെറിയ പീസായിട്ടുള്ളതാണ്, കാഷ്യൂനട്ട്, കിസ്മിസ്, 1 പിഞ്ച് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം. ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ഓയിൽ. അപ്പോൾ ആദ്യമേ ഈ പൊടി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ ലഡു ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ബൂന്തി തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ബൂന്തി തയ്യാറാക്കുന്നതിലാണ് ഈ ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റും രുചിയൊക്കെ വരുന്നത്. ഈ ഒരു കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരുപാട് കൂടി പോവരുത്, അതുപോലെ വെള്ളം കുറഞ്ഞ് കട്ടിയായി പോവുകയും ചെയ്യരുത്. അങ്ങനെ ആയിപ്പോയാൽ നമുക്ക് ആ ബൂന്തി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതിന് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കാരണം അതിൽ ആ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയി വരണം. ഇതിന് ഈ വിസ്കിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും പെട്ടെന്നൊന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൊരു കട്ടയുടെ ഒന്നും ഒരംശവും ഉണ്ടാവത്തില്ല. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നത്. വെള്ളം കൂടി പോവരുത്. കൂടിപ്പോയാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോഴേക്കും ആ ബാറ്റർ മൊത്തത്തിലങ്ങ് സ്പ്രെഡായി പോകും. അപ്പം അതുപോലെ തീരെ കുറഞ്ഞു പോയാലും വെള്ളം കുറഞ്ഞു പോയാലും അതങ്ങ് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ആ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന കാര്യത്തിൽ ഒരല്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഓയിൽ ചൂടാകാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് സാധാരണ എണ്ണയാണെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിലും ഇതുപോലെ കുറച്ചധികം ഓയിലിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പാത്രത്തിൽ കുറച്ച് ഓയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ആ ഒരു പൊന്തി വരത്തില്ല നമ്മൾ ആ ബൂന്തി ഉണ്ടാക്കി വരുമ്പോഴേക്കും. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു അരിപ്പത്തവി ഉപയോഗിച്ച്, അല്ലാതെ തന്നെ ബൂന്തിയുടെ തന്നെ കിട്ടും. അത് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അരിപ്പത്തവി ഉപയോഗിക്കുക. വേറൊരു തവിയിലേക്ക് ബാറ്റർ എടുത്തതിന് ശേഷം ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ നേരിട്ട് പാത്രത്തിൽ നിന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അതെല്ലാം കൂടി കട്ടയായിട്ട് അതിലേക്ക് ചെന്ന് വീഴും. ഇതുപോലെ ബോൾസ് ആയിട്ട് വീഴത്തില്ല. അപ്പം ഈ ഒരു തവിയിലേക്ക് എടുത്തിട്ട് ഈ അരിപ്പത്തവിയിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എങ്കിലേ ഇതുപോലെയുള്ള നല്ല ബോൾസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഇത് ഒഴിച്ച പാടെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ മൂപ്പായി പോകും. അപ്പോൾ ആ ലഡുവിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരത്തില്ല. ഒരു നന്നായി ചൂടായിരിക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബൂന്തി അതിലേക്ക് ഇട്ട പാടെ തയ്യാറാകും. പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. അപ്പം ബൂന്തിയൊക്കെ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഈ തയ്യാറാക്കിയെടുത്ത ബൂന്തി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പം ഒരുപാട് അങ്ങ് പൊടിയാക്കി എടുക്കണ്ട, ഒരു ചെറിയൊരു തരിയോടുകൂടി തന്നെ പൊടിച്ചാൽ മതിയാകും. അപ്പോൾ ഈ പൊടിക്കുന്നതിൻ്റെ ഈ കൂടത്തിലേക്ക് 3 ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാമ്പൂ കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ആ ലഡുവിന് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കറക്റ്റ് രുചി കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു സീക്രട്ട് ഈ ഗ്രാമ്പൂവും കൂടി ചേരുന്നതാണ്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. വേറൊരു പാനിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. വെള്ളം ഒരുപാടായി പോയാലും പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം 1/2 കപ്പിന് 1/4 കപ്പ് എന്നുള്ള അളവിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഒന്ന് മെൽറ്റായി ഒരല്പം തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ തവിയിലെടുക്കുമ്പം കാണാം
തവിയിൽ നിന്ന് ഇതുപോലെ ഉറ്റി ഡ്രോപ്പായിട്ട് വീഴുമ്പം അത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ അളവും കറക്റ്റാണ്. അപ്പോൾ ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് 1/2 സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും ഇനി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ആ ബൂന്തി അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം വീടുകളിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഡ്രോപ്പ് കിട്ടും, ആ കളർ ചേർക്കാം. അല്ലാതെ തന്നെ ലഡു തന്നെ പല കളറിലുള്ള ലഡു ഉണ്ട്, ഗ്രീൻ കളറും ഓറഞ്ച് കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കളർ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കളറുകളിലൊക്കെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ തന്നെ ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് ഫുഡ് കളർ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഈ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അപ്പോഴേക്കും ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും, അതൊന്ന് ആറുകയും ചെയ്യും. ഇനി ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കയ്യിലിപ്പിട്ട് ഉരുട്ടാൻ പാകത്തിനൊന്ന് ആറിയിട്ടുമുണ്ട്. അതിലേക്കെല്ലാം പിടിച്ച് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ലഡുവിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു അല്പം കൂടി വലിപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് തോന്നും നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കുമ്പോഴേക്കും. പക്ഷേ ഇതൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ടിരിക്കും. നമ്മൾ എങ്ങനെ ലഡു കടയിൽ നിന്ന് മേടിക്കുന്നോ അതേ രീതിയിലായിരിക്കും ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.